തുടർച്ചയായുള്ള പരാജയം, ഇപ്പോൾ അവസാനം വലിയ വിവാദം. എമ്പുരാനിലൂടെ മോഹൻലാലിന് എന്ത് സംഭവിക്കും? എമ്പുരാനിലൂടെ മോഹൻലാലിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മോഹൻലാലായി തന്നെ. നിങ്ങൾ മോഹൻലാലെ പിടിച്ച് ഔട്ടാക്കാനാണ് ഉദ്ദേശം, എനിക്ക് മനസ്സിലായി. നടക്കില്ല. മോഹൻലാൽ ഇപ്പോൾ NSC സാറിന് ഒരു അവധം പറ്റിപ്പോയെന്ന് വെച്ചാൽ, ഇപ്പോൾ NSC സാറാണ് അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ഒരു പക്ഷേ കുറച്ച് ഔട്ടായി പോയത്. നസീർ സാർ അവസാനം ഈ പറയുന്നത് പോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി സ്വന്തമായി പാർട്ടി ഉണ്ടാക്കാൻ നോക്കി. സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കാൻ നോക്കിയ സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് തോന്നി ആന്ധ്രയിൽ ഓൾറെഡി ഒരു പാർട്ടി വന്നു, കോൺഗ്രസ് വലിയ തിരിച്ചടിയായി, തമിഴ്നാട്ടിൽ അന്ന് കോൺഗ്രസ് ഇല്ലാതായി. അപ്പോൾ NDRൻ്റെയും MGRൻ്റെ അടുത്ത സുഹൃത്താണ് നസീർ സാർ. അപ്പോൾ നസീർ സാർ കേരളത്തിലെ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതോടൊരു കോൺഗ്രസ് CPM-ന് ഒരു പ്രശ്നം വരില്ല, കോൺഗ്രസ് ഇല്ലാതായപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് തോന്നി. ഇന്ദിരാഗാന്ധി അന്ന് നമ്മുടെ ഇപ്പോഴത്തെ സിനിമ കണ്ടുണ്ട്, അയാളുടെ അച്ഛൻ അലക്സാണ്ടർ, ഇന്ദിരാഗാന്ധി പ്രൈവറ്റ് സെക്രട്ടറി മറ്റേ IAS ആണ്, അങ്ങനെ ഇങ്ങോട്ട് വിടി. അങ്ങനെ എല്ലാ പത്ര ഓഫീസിലും പോയിട്ട് നസീർ സാറിന് വലിയ പബ്ലിസിറ്റി കൊടുക്കലെന്ന് പറയും. അതുകൊണ്ട് നസീർ സാർ പങ്കെടുത്ത മീറ്റിങ്ങുകളൊന്നും വലിയ ന്യൂസ് ഇട്ടാതെ പോയി. അന്ന് പത്രങ്ങളല്ലേ ഉള്ളൂ, ന്യൂ മീഡിയ ഒന്നും ഇല്ലല്ലോ. അന്ന് അരവിന്ദ് കെജ്രിവാളൊന്നും വളരില്ല, കാരണം ന്യൂ മീഡിയ കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളൊക്കെ വളർന്നത്. ഇവന്മാർ ന്യൂസ് മുക്കിയാൽ പിന്നെ ഒന്നും എവിടെയും പോകില്ല. അപ്പം അങ്ങനെ നസീർ സാർ ആ ഒരു ഉദ്ദേശം പിൻവാങ്ങി. പിന്നെ കരുണാകരൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ഭാഗമാക്കി. അദ്ദേഹത്തിന് ഇപ്പോൾ നിങ്ങൾ ED-നെ മിസ്യൂസ് ചെയ്തെന്ന് പറയില്ലേ, അന്ന് നസീർ സാർ എന്നുള്ള ഇത്രയും പുണ്യം ചെയ്ത മനുഷ്യനെതിരെ ED-യെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്സുകാർ. സാറിൻ്റെ വീട്ടിൽ റെയ്ഡായിരുന്നു. എന്നിട്ട് ആ കാലത്ത് എന്നിട്ട് സാറ് മരിക്കുന്ന സമയത്ത് സാറ് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. ഷാനവാസ് സാർ വന്നിട്ടുണ്ട് അദ്ദേഹത്തിനുമായി, കോൺഗ്രസ്സിൽ വന്നതിന് ശേഷം. പിന്നെ അത് സ്കാഷ് ചെയ്തിട്ടുണ്ടോ. അദ്ദേഹത്തിന് അളിയനാണെങ്കിൽ കോൺഗ്രസിൻ്റെ MP ആയിരുന്നു, തലേക്കുന്നിൽ ബഷീർ, തിരുവനന്തപുരത്താണ്. അപ്പം നസീർ സാർ അങ്ങനെ പിന്നെ കോൺഗ്രസ്സിൽ വന്നു. ആ ഇലക്ഷനിൽ കരുണാകരൻ തോറ്റുകൊടുക്കാൻ തീരുമാനിച്ച ഇലക്ഷനായിരുന്നു. തോറ്റുകൊടുക്കാൻ തീരുമാനിച്ച ഇലക്ഷൻ എന്ന് വെച്ചാൽ, പിന്നെ ആ ഇലക്ഷൻ സമയത്ത് രാജീവ് ഗാന്ധി വന്നൊരു പ്രസംഗം നടത്തി. അതായത് പിന്നെ എന്താണ്, ഞാൻ നിങ്ങൾക്ക് സത്യസന്ധനായ ഒരാളെ ഇതായി തരും, എന്താണ് മുഖ്യമന്ത്രിയായി തരും. അത് ആന്റണിയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ലീഡർ പണിയെടുക്കാൻ ആന്റണി മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ലീഡർ ഒന്ന് വലിച്ചു എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇലക്ഷൻ. ഏതായാലും ഇലക്ഷൻ കഴിയുമ്പോഴേക്ക് നസീർ സാറിൻ്റെ ആരോഗ്യമൊക്കെ മോശമായി, ഹോസ്പിറ്റലിലായി. അവിടെ ഒരു കുട്ടി കാണാൻ വന്നു, അവൻ്റെ കയ്യിൽ നിന്ന് അസുഖം പിടിച്ചു, എന്താണ് വയറൈ എന്നൊക്കെ പറഞ്ഞു, സ്മോൾ പോക്സ് ഒക്കെ വന്ന് അദ്ദേഹം മരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ അതൊന്നും മോഹൻലാൽ കാണിച്ചില്ല. അദ്ദേഹം പൊളിറ്റിക്സിൽ ഇറങ്ങിയിട്ടില്ല, ആരെയും ഉറപ്പിച്ചിട്ടില്ല. അത് മുമ്പ് മോഹൻലാൽ, ഇപ്പോഴാണ് മോഹൻലാലിൻ്റെ സ്ഥിതി കുറച്ചുകൂടി ഭേദപ്പെടുകയാണ്. മുമ്പ് മോഹൻലാൽ ഒരു ഹിന്ദു മേഖലയിലായിരുന്നു. ഇപ്പം ഞാൻ മുസ്ലിംസിൻ്റെ ഇടയിലെ ഈ മോഹൻലാൽ ഫാൻസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ്. എനിക്ക് ഈ രണ്ടുപേരെ ഒരേപോലെ ഇഷ്ടമാണ്, കാരണം ലാൽ സാറിനെയും മമ്മൂക്കാനെയും. നമ്മുടെ വീട്ടിലും ഇങ്ങനെ ഫാൻസൊക്കെ ഉണ്ട്. പക്ഷേ പൊതുവേ എന്ന് വെച്ചാൽ ലാൽ സാറിൻ്റെ ഫാൻസ് തിരുവിതാംകൂർ സൈഡിലേക്ക് എനിക്ക് കൂടുതലുണ്ട്. മലബാറിലേക്കാണെങ്കിൽ കുറച്ചുകൂടി മമ്മൂക്കൻ്റെ ഫാൻസായിരുന്നു. അത് പറ്റുന്നത് കൊണ്ടല്ല ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം അതുമായി ലാൽ സാറിന് മുമ്പ് ലാൽ സാറിനെ എതിർത്ത പല ആളുകളും ഇപ്പോൾ ലാൽ സാറിന് ഭയങ്കര സപ്പോർട്ടീവ്സാണ്. അല്ല, ഞാൻ പറയുന്നത് എമ്പുരാന് മുൻപ് വലിയ രീതിയിലുള്ള പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പരാജയങ്ങൾ പുതിയ കാര്യമൊന്നുമല്ലല്ലോ, ഇവർക്കൊക്കെ പലപ്പോഴും പരാജയം വന്നു. ലാൽ സാർ നിയമം ഒന്നാമൻ തൊട്ട് ബാലേട്ടൻ വരെ ഉള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സിനിമകൾ ഒന്നിനു പോയി ഒന്നേ പൊട്ടിയിരുന്നു. അത് മമ്മൂക്കയുടെ പടങ്ങൾ അദ്ദേഹം ഹിറ്റുമാണ്. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നില്ല. അതുപോലെ മമ്മൂക്കാൻ്റെ ഒരുപാട് നീലഗിരി തൊട്ടിട്ട് അപ്പൂസ് വരെയുള്ള സിനിമകൾ പൊട്ടിയിരുന്നു. അതുപോലെ അടുത്ത കാലഘട്ടത്തിൽ മമ്മൂക്കാൻ്റെ കുറേ സിനിമകൾ പൊട്ടിയിട്ട് മമ്മൂക്കാക്ക് വേണ്ടി എഴുതിയ സിനിമയായിരുന്നു ഈ റൺവേ. അത് അവസാനം ദിലീപിന് കൊടുക്കേണ്ടി വന്നു. ആ ആഴ്ച മമ്മൂക്കാൻ്റെ പടം പോയി. ആ സമയത്താണ് CBI-ൻ്റെ മൂന്നാമത്തെ ഭാഗം വരുന്നത്. ഭയങ്കര ഹിറ്റായി. പിന്നെ നമുക്ക് ഭീകരമായി പിന്നെയും കയറി വന്നു. അപ്പോൾ ഇവരെയൊന്നും നമുക്കങ്ങനെ തള്ളി തന്നെ. ഇവരുടെ ടാലൻറ്റ് ഒരു പടച്ചോൻ ഇവരെ കൂടെ ഉണ്ട്. ബേസിക്കലി ഇവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. സിനിമയിലെ മറ്റു പല നിങ്ങൾ നോക്കുമ്പോൾ ഇദ്ദേഹം ബേസിക്കലി നല്ല മനുഷ്യന്മാരാണ്. ആരെയും അങ്ങനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യാത്ത നല്ല മനസാക്ഷിയോട് നീതി പുലർത്തുന്ന ആളുകളാണ്. അവിടെ മോഹൻലാൽ കയ്യിലൊന്നും ആദ്യം വലിയ പൈസ ഉണ്ടായിരുന്നില്ല. ആ പൈസ മൊത്തം ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ ആയിരുന്നു. അല്ല, അവർക്കൊക്കെ കൊടുക്കുക, സഹായിക്കുക. മമ്മൂക്ക എങ്ങനെ ഞാൻ കേട്ടത്, നമുക്ക് പൈസ കൈകൊണ്ട് കൊടുക്കില്ല എന്നാണ്. മമ്മൂക്കയുടെ ഭാര്യ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന അവർക്ക് ഭയങ്കര ശേഷിയുള്ള സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്തു. ഇവരൊക്കെ അങ്ങനെ മനുഷ്യന്മാരാണ്, പൈസയോടൊന്നും ആർത്തിയില്ലാത്ത ധർമ്മിഷ്ഠന്മാരായ അങ്ങനെയുള്ള ആളുകളാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് എളുപ്പം തള്ളിക്കളയാൻ അല്ല, ഇപ്പോൾ ഉണ്ടാകുന്ന വിമർശനം ഈ പൈസയോടുള്ള ആർത്തി കൊണ്ടാണ് ഇത്തരം സിനിമകളെ വിവാദങ്ങളിൽ പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ അടിസ്ഥാനമുള്ള അങ്ങനെയാണെങ്കിൽ പൈസ കൊണ്ട് ആർത്തിയാണ്. സ്വാഭാവികമായിട്ട് എമ്പുരാൻ അത്യാവശ്യം പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സിനിമ മലയാളിയെ കണ്ടാൽ ആളുകൾക്ക് അറിയാം. ലാൽ സാർ പോയി അതിന് കൈ കൊടുത്തില്ലേ. പിന്നെ ഈ പറയുന്ന ലാൽ സാറിനെ സംവിധാനം ചെയ്ത വേറൊരു പടം ഉണ്ടല്ലോ, എന്താ 3D പടം ബഹോസ്. അതൊരു പരീക്ഷണം ലാൽ സാറിനെ അറിയാം. എന്നിട്ട് ലാൽ സാർ ഒന്നും കാശ് മുടക്കില്ല പടം ചെയ്തത്. മറയ്ക്കാർ ഹിറ്റാവുന്ന ഒരു ഉറപ്പൊന്നുമില്ല. പൊതുവെ നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന സിനിമകൾ വലിയ രീതിയിൽ ഹിറ്റ് ആവാറില്ല, പല കാരണങ്ങളുകൊണ്ടാണ്. ഇപ്പോഴാണ് പിന്നെ ഹിറ്റായി തുടങ്ങി. ആ പടം ഹിറ്റാണ് എങ്കിൽ പോലും പിന്നെ 35 ലക്ഷത്തിൻ്റെ നഷ്ടം ഉണ്ടായെന്നാണ് കഴിഞ്ഞ എനിക്ക് കോ പ്രൊഡ്യൂസേഴ്സ് സാറോ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടോ. അപ്പം
അതൊന്നും പൈസയോടുള്ള ആർത്തി കൊണ്ടല്ല, അത് മീഡിയത്തിനുള്ള കമ്മിറ്റ്മെൻറ്റ് കൊണ്ടാണ്. ലാൽസ പൈസ മേടിക്കാതെ ഇത്ര സിനിമ പല സിനിമകളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും പുറത്ത് പറയാതുകൊണ്ടാണ്. അവർക്ക് അത് ഇഷ്ടം. അവരത്തിന് ചാരിറ്റി ചെയ്യുന്നത് നിങ്ങൾക്കത്. ഒരു കുട്ടീനെ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കാലത്തും മോഹൻലാലിന്റെ ആരാധകർ ഒരു തിരുവിതാംകൂർ മേഖല കേന്ദ്രീകരിച്ചതാണ്. അപ്പോൾ ആ മേഖലയെ ഈ വിവാദം വലിയ രീതിയിൽ ഉലച്ചിരിക്കൂലേ? അതൊന്നും ഇല്ലെന്ന്. അങ്ങനെ അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത്. അത് ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നിൻ്റെ അച്ഛനെ പറ്റി നിൻ്റെ ഇടയിൽ നിന്നിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി നിൻ്റെ ചില ആൾ ഫ്രണ്ട്സിന് പറ്റും. പക്ഷേ നീ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ നീ അത് വിട്ടും പോവില്ല. നിനക്ക് അച്ഛൻ തള്ളി പറയാൻ പറ്റും? ഇല്ല. അതുപോലെ തന്നെയാണ് യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ നീ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയന്മാരെ തള്ളിക്കളയും, അച്ഛൻ്റെലേക്ക് പോകും. അതുപോലെ തന്നെയാണ് ലാൽസാറിൻ്റെ കാര്യം. ഇതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത്. അത് ആ സ്ഥലത്തേക്ക് പ്രതിഷ്ഠിക്കാൻ ഉണ്ണി മുകുന്ദനൊന്നും ആ സ്ഥലത്തേക്കൊന്നും അങ്ങനെ ലാൽസാർ എത്ര കാലമായി ലാൽസാറിൻ്റെ ഒരു എന്താണ് വെറൈറ്റി കഥാപാത്രങ്ങൾ. ലാൽസാർ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? അദ്ദേഹത്തിൻ്റെ മുമ്പ് അദ്ദേഹം ചെയ്ത ഓരോ വേഷവും നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നതുകൊണ്ടാണ്. അതങ്ങനെ അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ലാൽസാറിൻ്റെ പൊസിഷന് ഉണ്ണി മുകുന്ദനൊന്നും വരാൻ പറ്റില്ല. കാരണം ഉണ്ണി ലാൽസാറിനെ പോലെയല്ല. ഉണ്ണി പെട്ടെന്ന് ദേഷ്യമൊക്കെ പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ണിക്കുണ്ട്. ലാൽസാർ അങ്ങനെ ദേഷ്യം പിടിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതാണ് ലാൽസാർ. അപ്പോൾ ഇവരെയൊന്നും നിങ്ങൾക്ക് അങ്ങനെ കളയാനും പറ്റില്ല. പിന്നെ അദ്ദേഹം കാലത്തിനനുസരിച്ച് മാറുന്നില്ല. കാലത്തിനനുസരിച്ച് മാറുകയായിരുന്നല്ലോ ഒടിയൻ എന്നുള്ള സിനിമ, അതായത് രൂപം കൊണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി അങ്ങോട്ട് മോഹൻ ചലിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ദൃശ്യം എന്നുള്ള സിനിമയിൽ പോലീസ് അവിടെ കുഴിക്കുന്നെന്ന് പറഞ്ഞ സമയത്ത് മോഹൻലാലിൻ്റെ മുഖത്ത് വരുന്ന ഒരു കിലുക്കുണ്ട്. നീ ശ്രദ്ധിച്ചിട്ടുണ്ട്? മുഖത്ത് ദൃശ്യം പിന്നെ ബാബാമാരെ വരുന്നില്ല എങ്ങനെ എത്രയും ചലിപ്പിക്കാൻ പറ്റുക? ആ ഒരു ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു എക്സ്പ്രഷൻ വരുന്നു. ശ്രദ്ധിച്ചു, ഇനി പടം കാണുന്നത് ശ്രദ്ധിച്ചു. അപ്പോൾ നിങ്ങളെന്തോ മുൻപിൽ ഇങ്ങനെ ആരോ പറഞ്ഞു മോഹൻലാലിൻ്റെ മുഖം ഇനി ചലിക്കില്ല. ശരി, ഇത് ഇങ്ങനെ വിശ്വസിച്ച് നടക്കാന്നല്ലാതെ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഇപ്പം ഒരു തെറ്റിദ്ധാരണ ചിലർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അങ്ങനെ RSS വിരുദ്ധനാണ്, ഹിന്ദു വിരുദ്ധനാണ്, അങ്ങനെയൊന്നും അല്ലാതെ നാട്ടുകാർക്ക് മനസ്സിലാവുകയും ചെയ്യും. ആ സിനിമ എന്നുള്ള മലയാള സിനിമയെ കൂടുതൽ ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയ ഒരു സിനിമയാണ് എമ്പുരാൻ. അത് ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അല്ല, ഈ മോഹൻലാലിനെ വെച്ച് നോക്കുമ്പോൾ ഈ സമയത്ത് പോലും കൃത്യമായി കഥകൾ സെലക്ട് ചെയ്യാൻ മമ്മൂട്ടിക്ക് കഴിയുന്നുണ്ടല്ലോ. മോഹൻലാൽ ഇപ്പോൾ തുടരും എന്നുള്ള സിനിമ എഴുതുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ മമ്മൂക്ക ഉപേക്ഷിച്ച സിനിമ എന്നാണ് ഞാൻ കേട്ടത്, മോഹൻലാലിൻ്റെ മറ്റേ ഇത് ദൃശ്യം. അത് ലാൽസാർ ചെയ്തില്ല. അവരൊക്കെ തന്നെ കഥ സെലക്ട് ചെയ്യുന്നത് മാറ്റങ്ങൾ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. പൃഥ്വിരാജ് വന്നു വെച്ചാൽ ഡേറ്റ് കൊടുത്ത് എങ്ങനെയാണ്? അതുകൊണ്ടൊക്കെ നിങ്ങൾ അങ്ങനെ വിചാരിക്കില്ല. മമ്മൂക്ക കൂടെ വെറൈറ്റി വേഷങ്ങൾ ഇപ്പം ചെയ്യുന്നു. മോഹൻലാൽ അതേസമയം സിനിമകളുടെ എണ്ണം കുറവാണ്, മമ്മൂക്ക കൂടുതൽ സിനിമകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. അല്ലാതെ ഇവരൊക്കെ തന്നെ ഇവർ ജീവിച്ചിരിക്കുന്ന ഇവർ സൂപ്പർ സ്റ്റാർസ് തന്നെയാണ്. നിങ്ങൾക്ക് അവരെങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റില്ല. ഇപ്പം നിങ്ങൾ ഇറക്കി വിട്ടാലും നിങ്ങളെ ഭാര്യ ഇറക്കി വിടില്ല, നിങ്ങളെ അമ്മ ഇറക്കി വിടില്ല. അതാണ് എൻ്റെ കാര്യം. ഇപ്പം എന്ത് വിവാദമുണ്ടായാലും മോഹൻലാൽ മലയാള സിനിമാ ലോകത്ത് തുടരും. ഈ എന്തോ ഒരു വിവാദം ആരെയും അദ്ദേഹം ടാർണിഷ് ചെയ്തു. ഈ സിനിമയിൽ തന്നെ എന്താണ് ചെയ്തത്? ഒരു ചരിത്രം പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ ബന്ധപ്പെട്ട് ചരിത്രം പറഞ്ഞു. അതിൽ നിങ്ങൾ ആരാധിക്കുന്ന ആളുകളെ ഒന്നും നെഗറ്റീവായി ചിത്രീകരിച്ചിട്ടൊന്നുമില്ല. ആ സ്ഥലം പറയുന്നില്ല സിനിമയിൽ. നിങ്ങളെ പല സംഭവങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് വെറുതെ അങ്ങോട്ട് തീ പിടിച്ചാന്ന് പറയുന്നില്ല, കുപ്പി വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ സിനിമയുടെ ആളുകളെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തൊരു പ്രശ്നമുണ്ട് സമൂഹമായിട്ട്. ആ സിനിമയിൽ കൂടെ അല്ലാതെ ഈ വിവാദം ഉണ്ടായ സമയത്ത് ഇത് അനാവശ്യമായ വിവാദം. ഇതൊന്നും അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലോ. അല്ല, അത് ഇങ്ങനെയാണ്. അത് അതുകൊണ്ടല്ല, ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. തെറ്റിദ്ധാരണകൾ ആളുകൾ ഉണ്ടാക്കാൻ മറ്റുള്ളവർ. അദ്ദേഹത്തിന് അങ്ങനെ പറയല്ലേ, നിങ്ങൾക്ക് തെറ്റിദ്ധാരണ പറ്റിയിട്ടുണ്ട്. അത് എന്നിട്ടാണ് അദ്ദേഹത്തിന് നെഞ്ഞത്തോട്ട് കയറാനല്ലേ? അതുകൊണ്ടാണ്. എന്നിട്ട് അയാൾ അഹങ്കാരം മാറിയില്ല. അതുകൊണ്ടാണ് ലാൽസാർ ഒന്നും ഒരു വിവാദത്തിന് പോകുന്ന ആളല്ല, മമ്മൂക്കയും പോകാറില്ല. അവരൊന്ന് പ്രതികരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ സാഹചര്യം അദ്ദേഹത്തിൻ്റെ ഫാൻസ് നല്ലൊരു പങ്ക് RSS അദ്ദേഹത്തിൻ്റെ ഫാൻസ് ഉണ്ട്. RSS മാത്രമല്ല, RSS അദ്ദേഹത്തിൻ്റെ ഫാൻസാണ്. അവരിൽ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, അവർ അനുയായികളിൽ. അതുകൊണ്ട് അദ്ദേഹം ക്ഷമ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അല്ലാതെ ഈ പറയുന്ന പോലെ അല്ല ലാൽസാർ പറയുകയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്, അതപ്പോൾ അയാൾക്ക് അഹങ്കാരം വേണ്ട. ഇത്രയേ ഉള്ളൂ. ലാൽസാർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ മമ്മൂക്കാനെ ലാൽസാറിനെ നോക്കിയാലും അവരുടെയൊക്കെ ഫാൻസായിട്ട് SDPIക്കാരുണ്ടാവും, RSSകാരുണ്ടാവും, CPMമാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ രക്ഷിക്കാൻ ഇപ്പോൾ മേജർ രവി രംഗത്ത് വന്നിട്ടുണ്ട്. മേജർ രവി അത് ചിലപ്പം കൂടുതൽ പ്രശ്നത്തിലേക്കാക്കും. എന്നാൽ ഇപ്പം പൃഥ്വിരാജിൻ്റെ അമ്മ പറയുന്നത് കേട്ടു. അപ്പം മേജർ രവി മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ലാൽസാറിൻ്റെ കാര്യം ലാൽസാർ നോക്കിയോ. ഇപ്പം പൃഥ്വിരാജിൻ്റെ അമ്മ പറഞ്ഞ മേജർ രവി ഡിഫെൻസീവായില്ലേ? അതിങ്ങനെ അങ്ങ് തീരും. ഇത് ആളുകൾ അനാവശ്യമായിട്ട് ചില ആളുകൾ ഭയങ്കര സംഭവം സംഖ്യകൾക്ക് വേണ്ടിയിട്ട് ചില ആളുകൾ വന്നു. അതേട്ടോ സംഖ്യകൾക്ക് ഭ്രാന്തെടുത്തു, സന്ധികൾ തിരിച്ചെടുത്തു. അതാണ് സംഭവിച്ചത്. ഇത് ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ ഞാൻ മൊത്തം നോക്കിയാണ്, എവിടെ ഒരു പ്രശ്നമില്ല. എമ്പുരാൻ അത്ര വന്നില്ല എന്ന് ചില ആളുകൾ പറഞ്ഞു. കാരണം കേരള ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആയതുകൊണ്ട് അത്ര വന്നിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് അതിന് എമ്പുരാനെ മോൾ നിൽക്കുന്ന സിനിമയിൽ എനിക്ക് തോന്നി. പിന്നെയാണ് ഏതൊരാൾ ബിനീഷ് ഒരു പോസ്റ്റ് ഇട്ടു, പിന്നെ RSSകാരെ കുത്തിയപ്പോൾ ബിനീഷ് നിലപാടിൽ RSSകാർ തിരിച്ചു കുത്തി. പിന്നെ അത് കഴിഞ്ഞപ്പം പക്ഷേ BJP നല്ല നിലപാടെടുത്തു. അവരതിൽ പിന്നെ ഓർഗനൈസർ എന്ന് വെച്ചാൽ പലപ്പോഴും RSS നിലപാടിനെതിരായ ലേഖനം ചെയ്യുന്ന ആളുകളാണ്.
ഞാൻ അന്വേഷിച്ചപ്പോൾ ഓർഗനൈസർ അല്ല അവരുടെ മുഖപത്രം. അതൊരു അനുഭാവമുള്ള ഒരു മാഗസിനാണ് RSSനോട്. എന്താ പാഞ്ചജന്യോ അങ്ങനെ എന്താണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് RSSൻ്റെ മുഖമാസിക. ഇപ്പോൾ ഇടക്കെന്തോ അവരോ ഇത് 1-2 ലൈൻ RSSന് തന്നെ തലവേദനയായിരുന്നു. അപ്പം കുറേ ആളുകൾ പിന്നെ കേരള വിരുദ്ധത കത്തിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അത് അവരുടെ താല്പര്യമുണ്ടോ? RSSകാരല്ല, RSSകാർക്ക് കേരള വിരുദ്ധത കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം RSSന് ഏറ്റവും സ്ട്രോങ് ബേസുള്ള സ്ഥലമാണ് കേരളം. അപ്പം അങ്ങനെ ചെയ്ത ആളുകൾ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണ അല്ലാതെ ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല. ഇതിലും വലുത് എന്തൊക്കെ കണ്ടിട്ടുണ്ട്. ലാൽസാറിൻ്റെ മുഖം ശരി ബലൂണ് പോലുള്ള മുഖം ഇടത്തോട്ട് ചരിഞ്ഞെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പ്രശ്നം. അത് കഴിഞ്ഞ് കടന്നല്ല അദ്ദേഹം മമ്മൂക്കായൊക്കെ ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് ഇവരെയൊന്നും നിങ്ങളങ്ങനെ ചില ആളുകൾ ഒരു ന്യൂ ജനറേഷനും കുറച്ച് ആളുകളും അതിനെ അങ്ങനെ ഇറക്കി വിടാമെന്ന് വിചാരിക്കും, നടക്കില്ല. അപ്പം നിങ്ങളങ്ങനെ വിചാരിച്ചാൽ നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ അമ്മമാരും നിങ്ങളുടെ പെങ്ങന്മാരും സമ്മതിക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.